ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ നാടൻ കോഴീനെ കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലൊരു നാടൻ കോഴി ഉണ്ട്. അപ്പം അതിനെ കറി വയ്ക്കാനാണ്. നമ്മൾ നാടൻ കോഴീനെ എന്നും കറി വയ്ക്കാൻ കിട്ടണതല്ല. അപ്പം ഇപ്പം ആദ്യമായിട്ട് കിട്ടണതാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പം പണ്ട് അമ്മ അവരൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. ആ ഒരു രീതിക്കാണ് ഇന്നിപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും അത് അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. എല്ലാവരും പല പല രീതികളിലായിരിക്കാം. പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. പാലൊഴിച്ചിട്ട് കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ട് പാലൊഴിച്ചിട്ടാണ് അത് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, എന്നാലും എനിക്കൊക്കെ അത് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മളത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ റോസ്റ്റുമലല്ലേ, പക്ഷെ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കുറേ അപാകതകളൊക്കെ ഉണ്ട്, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം ഈ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ചേട്ടൻ നമുക്കിന്ന് കോഴിനെ ഞായറാഴ്ചയില്ല എന്തായാലും ആവേശ കാരണം എന്ന് വാ, നമുക്ക് പിടിക്കാം. പിടിച്ചോണ്ടാ കണ്ണട കയ്യിലില്ലാണ്ട് കോഴി ബിരിയാണി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സബോള 4 എടുത്തിട്ടുണ്ട്, തക്കാളി ഒരു 3 എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇത്തിരി വേപ്പില, പിന്നെ ഇത്തിരി മല്ലിച്ചപ്പ്. 3/4 കിലോനോളം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട്. ഇത് തെമ്പാല്, തേങ്ങ പിഴിഞ്ഞിട്ട് ആദ്യം കിട്ടിയ പാല്. ഇത് രണ്ടാമതും മൂന്നാമതും പിഴിഞ്ഞിട്ട് കിട്ടിയ പാലാണിത്. കട്ട് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ നോക്കാം കേട്ടോ. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഒരു 4-5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടണം, പിന്നെ മസാലപ്പൊടി 1 ടീസ്പൂണ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ. ചട്ടി വെക്കട്ടെ. അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, സബോള ഇട്ട് കൊടുക്കാം. നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് എല്ലാതും കൂടി ഒരുമിച്ചിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാനാണ്. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. അത് ഇതിലൂടെ തന്നെ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലക്കൂടെ ഭയങ്കര ഗ്യാസിന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഇതായിട്ടാണ്. ഇതെല്ലാതും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്കത് അവിടെ ഇരുന്ന് വഴണ്ടി വരട്ടെ, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ, ഒന്ന് വാട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഒരു കടിക്കുമ്പോൾ ചൂടുണ്ടാവില്ല, അതിനാണ്. അപ്പം നമ്മളതൊന്ന് വേറെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലിടാം. ഇതിലൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വാട്ടിയെടുക്കാം. നമുക്ക് ഈ അടുപ്പൊന്ന് ഒന്നത് വേവിച്ചെടുക്കാൻ വയ്ക്കാം. മൂടിക്കാം. ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടേ
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയെ പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, അധികം പെട്ടെന്ന് അടിയെ പിടിക്കില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയെ പിടിക്കും. ഇതിപ്പോൾ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം. ഇത് വേറൊരു പരിപാടി ഉണ്ട് തോന്നുന്നു. ഇത്രയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പാല് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വെന്ത് കിട്ടട്ടെ. തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടട്ടെ വേണ്ടിയിട്ടുണ്ട്. പലവട്ടമായിട്ട് ഒഴിക്കുന്നത് ഇങ്ങനെ തക്കാളി അപ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടും. കുറച്ച് ഇങ്ങനെ ആയിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാലേ ഇത് വേവ് ശരി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടില്ല. ഇനി നമുക്ക് ഈ പാല് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. നമുക്ക് ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. ഇത്രയ്ക്ക് മതി. നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. തീ ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. അധികം ഇടണ്ട. എന്താ വെച്ചാൽ മറ്റുള്ള ചിക്കനിലും പിന്നെ കുമ്പളങ്ങയിലൊക്കെ ഇട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഇടാം. ഇപ്പം നോക്കിയിട്ട് പിന്നീട് ഇടാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ. അത് തിളയ്ക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പം നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് ഇത്തിരി വേഗം വേവും. ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് നന്നായി പതിഞ്ഞ് കിടന്നിങ്ങനെ അമർത്തി കിടന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വേവട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിയെ പിടിച്ചാൽ എല്ലാവർക്കും വേവത്തണ്ടേ. നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുള്ളതാണ്. അതുകൊണ്ടാണ് ചാറ് കൂടുതൽ ഒഴിച്ചിട്ടുള്ളത്, വെള്ളം കൂടുതൽ. ഏറെക്കുറെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. 3/4 വേവായിട്ടുണ്ട് ചിക്കൻ. അപ്പം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. വെള്ളം വേണ്ട കേട്ടോ, വെള്ളം വറ്റി കളയാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവുള്ളതാണ്. അപ്പോൾ 3/4 വേവായിട്ടുള്ളപ്പോൾ
മറ്റേ ഇവിടുത്തെ ബ്രോയിലറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരുവിധം വേവ് കഴിഞ്ഞാണ്. ഇതിൽ കിടന്നിട്ട് ഒന്നുകൂടി വേവട്ടെ കേട്ടോ. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പം നമുക്കത് ഇടാം കേട്ടോ. അപ്പം നമുക്കത് എന്തായെന്ന് നോക്കാം കേട്ടോ. ചേട്ടാ എന്തോ നോക്കിയ ആരെങ്കിലും ഒന്ന് എന്തോ നോക്കി. ഇനി നമുക്ക് പാലും ഇതൊക്കെ ഒഴിക്കാം. അപ്പം നമുക്കിതിൽ ഈ മസാലപ്പൊടി ഇട്ടിട്ടില്ല, നമ്മൾ ഗരം മസാല പൊടിച്ചതൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്കത് ഒരു ടീസ്പൂണ് ഇവിടെ നോക്കും, ഒരു ടീസ്പൂണ് ഈ പാലിലിടാം കേട്ടോ. പാലിലിട്ടിട്ട് കൂടുതൽ മണം ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ഇടാം. ഒരു ടീസ്പൂൺ ഇടണം. വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഇതില്ലേ വഴറ്റിയത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാലുണ്ടല്ലോ, പാലൊന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. തെമ്പാൽ അതിൽ മസാല ഇട്ടത് മാറ്റി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടോ. പണ്ടൊക്കെ എല്ലാ ക്രിസ്തീയ കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കറിയാണ് ഉണ്ടാവാറ്. അപ്പം പണ്ട് ഇവിടെ ഒഴിക്കുമ്പോൾ അപ്പുറത്തേക്ക് പോകുമെന്ന് പറയണ പോലെ ഇപ്പോൾ റോസ്റ്റൊക്കെ ആകുമ്പോൾ അധികം ചാറൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിൽ കുറച്ചൊരു പനിക്കന, ഇത് ഇത്രയ്ക്ക് വേണ്ട, ഒന്നുകൂടി വറ്റും. ചാറായിട്ടാണ് ഉണ്ടാവുക. നന്നായി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കാം. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തീ ഓഫ് ചെയ്യാം. കുറച്ച് നേരം മൂടിയോടെ ഇരിക്കട്ടെ. കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് സെറ്റ് ആവട്ടെ. ഓഫ് ചെയ്ത് ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കത് കഴിച്ച് നോക്കാം. കുറച്ച് കപ്പയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലത് തന്നെയാണ്, കപ്പയുടെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. ചേട്ടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. വാ കഴിക്കാൻ, വാ കഴിച്ചു നോക്കാം, വാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയായിട്ടുണ്ട്. നല്ല മണുണ്ടല്ലേ? പണ്ടത്തെ
കൊള്ളി വേവില്ലാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമായ അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ എപ്പോഴും അമ്മാമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചാറുകറി പോലെ ഇങ്ങനെ വെക്കണ്ട. അമ്മാമ്മ പറയാ അത് ഭയങ്കര ചാറൊന്നുമില്ലല്ലോ അവർക്ക്, അങ്ങനെ കഴിച്ചിട്ടേ ചാറുള്ള കറി വയ്ക്കുമ്പോഴാണ്. പാലമ്മയ്ക്കും അതെ, അച്ഛൻ്റെ അടുത്ത അമ്മാമ്മയ്ക്കും അതെ, ചാറുള്ള കറി അതിലെന്തെങ്കിലും ഇട്ടിട്ട് വെച്ചൂടെ, ഇത് വറുത്തെടുത്തിട്ട് മനുഷ്യന് കഴിക്കാനും പറ്റില്ല അങ്ങനെ പറയും. അപ്പം ഇങ്ങനെ ചാറുള്ള കറികൾ കുമ്പളങ്ങി ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും കുമ്പളങ്ങ പിന്നെ ഉരുളങ്ങ ഇട്ടാൽ ഭയങ്കര കുഴച്ചിൽ പോലെയാവും. എന്നാലും എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം എടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. കുമ്പളങ്ങ അലിഞ്ഞു പോയി. കുറച്ച് കൊള്ളി ഇങ്ങനെ എടുത്ത് ഈ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി അങ്ങനെ തിരുമ്പി ഇതാക്കി കുഴച്ചിങ്ങനെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, നല്ലതാ. നാടൻ കോഴി കിട്ടിയാൽ അങ്ങനെ ഉണ്ടാക്കുക. കോഴി ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഇതാ. ചിഞ്ചി കഴിച്ചു നോക്കിയൊന്ന് ചിക്കനും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചോക്കാടാ. സൂപ്പറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മളിങ്ങനത്തെ എപ്പോഴും വെക്കണതല്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആവുമെന്ന് വിചാരിച്ചു ഞാൻ വെച്ചത്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സന്തോഷം. അപ്പോൾ കഴിച്ചോട്ടാ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നും ഈ റോസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് വെറൈറ്റി പോലെ ഇത് ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്താൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.